കൊല്ലത്തെ യു.ഡി.എഫ് നേതൃയോഗത്തിൽ നിന്ന് വിട്ടുനിന്ന മുസ്ലിം ലീഗ് പ്രതിപക്ഷ നേതാവും യു.ഡി.എഫ് കൺവീനറും പങ്കെടുത്ത യോഗത്തിൽ നിന്നാണ് വിട്ടുനിന്നത്. മുന്നണിയിലെ അസ്വാരസ്യങ്ങളെ തുടർന്നാണ് ലീഗ് വിട്ടുനിൽക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. രാജ്കുമാർ, എന്താണ് ജില്ലയിലെ യു.ഡി.എഫിൻ്റെ വിഷയങ്ങളിലെ പ്രതിഫലനങ്ങൾ? അതായത് കേരളത്തിൽ യു.ഡി.എഫിലെ രണ്ടാമത്തെ ഘടകകക്ഷിയാണ് ലീഗ്. പക്ഷേ ഈ ഒരു യാഥാർത്ഥ്യം കൊല്ലം ജില്ലയിൽ അംഗീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല. ഇവിടെ RSP ആണ് ഇവർ പരിഗണിക്കുന്നത്. ലീഗ് നേതാക്കളെ ഇവിടെ യാതൊരു വിധത്തിലും പരിഗണിക്കുന്നില്ല. പല മണ്ഡലങ്ങളിലും കൊല്ലം ജില്ലയിൽ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും വ്യക്തമായ സ്വാധീനം ലീഗിനുണ്ട്. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ അത് നേരിട്ട് കോൺഗ്രസിന് ബോധ്യമുള്ളതാണ്. ഇതിൽ RSP പരിഗണിക്കുന്നു ഇല്ലാത്തത് ഞങ്ങളുടെ വിഷയമല്ല. പക്ഷെ ഞങ്ങളുടെ നേതൃത്വത്തെയും ഞങ്ങളുടെ നേതാക്കളെയും പരിപാടികൾ ക്ഷണിക്കുകയോ അർഹമായ പ്രാതിനിധ്യമോ നൽകുന്നില്ല. ഇതില് ഈ പോസ്റ്ററുകളും മറ്റും പ്രിന്റ് ചെയ്യുമ്പോൾ അതിൽ ലീഗ് നേതാക്കളുടെ ജില്ലയിലെ നേതാക്കളുടെ ചിത്രമില്ല. സ്റ്റാമ്പ് സൈസായിട്ട് ലീഗ് കുഞ്ഞാലിക്കുട്ടിയുടെ പടം മാത്രമാണ് വെക്കുന്നത്. ഇങ്ങനെ തുടങ്ങുന്നു ഇവരുടെ ആരോപണം. ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ തന്നെ യു.ഡി.എഫിന്റെ നേതൃത്വത്തോട് ഇവർ ഈ പരാതി ലീഗ് ഉന്നയിച്ചിരുന്നു. അതിനത് പരിഹാരമുണ്ടായില്ല. അതിനെ തുടർന്ന് ഇന്ന് യു.ഡി.എഫിന്റെ സംസ്ഥാന നേതൃത്വത്തിന് പ്രതിപക്ഷ നേതാവിനും അതുപോലെ തന്നെ യു.ഡി.എഫ് കൺവീനർക്കും ഇവര് നിലവിൽ രേഖാമൂലം ലീഗ് പരാതി നൽകിയിട്ടുണ്ട്. ഇനി ഇതിലൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ തങ്ങൾ ബഹിഷ്കരണം തുടരുമെന്നാണ് അറിയിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ 2 ദിവസമായി ഇങ്ങനെ ഒരു നേതൃയോഗത്തെ സംബന്ധിച്ചിട്ടുള്ള ചർച്ച നടക്കുമ്പോൾ തന്നെ ഈ പോസ്റ്റർ പുറത്തു വന്നതിനെ തുടർന്നാണ് ഇതിൽ പ്രതിഷേധം ആളിക്കത്തിയത്. അതിൽ ലീഗിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലീഗ് ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ലീഗിന്റെ പതാക ഉയർത്താൻ അനുവദിക്കുന്നില്ല, കൊടി കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല, പക്ഷെ തങ്ങളുടെ വോട്ട് വേണം. അതേ സംഭവം ഇവിടെയും വരികയാണ്. എല്ലാ സ്ഥലത്തും ലീഗ് എന്ന് പറയുന്നത് ഇവരുടെ വിറകുവെട്ടിയും വെള്ളംകൂരികളാവണോ എന്നാണ് ഇതിലെ ലീഗ് പ്രവർത്തകർ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ള അവരുടെ പ്രതിഷേധങ്ങളിൽ ഒരു പോരായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രൂക്ഷ വിമർശനമാണ് ഇതിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലീഗ് ഉയർത്തുന്നത്. അജിംഷാദ്. ശരി, രാജ്കുമാർ ആണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.